ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നമുക്ക് ചക്ക കിട്ടുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ചക്കപ്രഥമൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ചക്കപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 25ഓളം ചക്കച്ചുള എടുത്തിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ആദ്യം ഇത് ഗീയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചക്കച്ചുള ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ്സ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 3-ാം പാൽ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് 2 വിസിൽ വരുത്തി നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത ചക്കച്ചുളയും കൂടെ ഇതിലോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ശർക്കര പാവും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ശർക്കര നീരാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കരയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ്സ് ഇതുപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇതിലേക്ക് 2-ാം പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്ത ശേഷം ഇതുപോലെ 2-ാം പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയം ഇതിലോട്ട് ഏലക്കായ പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത ശേഷം നന്നായി ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് ബോയിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഗീയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചക്കപ്രഥമനിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്ക വെച്ച് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ചക്കപ്രഥമൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.